ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മളെ ടീമും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞുതരാം, ഇന്ന് അത്ര വലിയ ഇതൊന്നും ഇല്ല. ചെറിയ പെനാൾട്ടി ഷൂട്ടൗട്ട് മാത്രമേ ഇന്ന് നടക്കുന്നുള്ളൂ. പിന്നെയാണ് നമ്മൾ മാച്ചും കാര്യങ്ങളും അടിക്കാൻ പോകുന്നത്. നമ്മൾ ബെസ്റ്റ് കോമഡി ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നെയ്മർ റൊണാൾഡോ ഇട്ടില്ലെങ്കിലും ഹാരി കെയ്നൊക്കെ അതിലുണ്ട് കേട്ടോ. നമ്മൾ സെൻറ്റർ ഫോർവേഡായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ലിയണൽ മെസ്സി ക്യാപ്റ്റനായിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നെയ്മർ ജൂനിയറും ഒഡേഗ്രാഡും ഉണ്ട്. ശേഷം ജൂഡ് ബെല്ലിംഗമും ഹാരി കെയ്നും ഉണ്ട്. അതിനുശേഷം ലൈമർ ഉണ്ട്. ഹരുണാട്രോവിക്കോ അങ്ങനെ എന്തോ ഒരുത്തരുണ്ട്. പിന്നെ ഹെർണാണ്ടസ്, സോളാർ ക്ലോർ ആൻഡ് ഗോൾ കീപ്പർ ഡോണറുമ. ഇവരാണ് ഗൈസ് ഉള്ളത്. നമ്മൾ അർജൻറ്റീന ടീമാണ് ഗൈസ്. നമുക്ക് ബാക്കോട്ട് പോവാം. നമുക്ക് മിഷ്യൻസിൽ എന്തോ ഉണ്ട് ഗൈസ്. എന്തായാലും നെയ്മർ ജൂനിയർ അല്ല. ഓക്കെ, 200 GB ആണ്. താങ്ക് യു പെസ്. നമ്മൾ കുറച്ച് കളിക്കുന്ന അത്ര വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു ഗൈസ്. 11 മെസ്സേജൊക്കെ ഉണ്ട് ഗൈസ്. എന്താണ് ആ ഒരു റിവാർഡ് ആയിരുന്നു ഗൈസ്. എത്ര റിവാർഡ് ഗൈസ് ഇങ്ങനെ വാങ്ങിക്കൂട്ടുക. നമുക്ക് ഓൾറെഡി റൊണാൾഡോനെയൊക്കെ നമ്മൾ GP കൊടുത്ത് വാങ്ങിയതാണ്. റൊണാൾഡോനെ, മെസ്സിനെ നമ്മൾ ഒരു ഇവൻ്റൊക്കെ കളിച്ച് ജയിച്ചുകൊണ്ടാണ് നമുക്ക് നെയ്മറിനെ ഫ്രീ ആയിട്ട് തന്നെ അവർ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകും ഗൈസ്. ഹാളോവിൻ്റെ ഇവൻ്റ് വരെയുണ്ട് ഗൈസ്. ഇതൊക്കെ നെയ്മറിന് നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. ഹാളോവിൻ മെസ്സിയാണ് ഗൈസ്. ഹാളോവിൻ്റെ അടുത്ത ഹാളോവിന് മെസ്സിയാണ്. ഇങ്ങനത്തെ ഇതിലാണ് കിട്ടുക. എനിക്ക് കാർലോസ് സോളറിന് കിട്ടിയ എൻ്റെ പൊന്നെ. ഇതിനൊക്കെ 100 പെസ്കോയും കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് 100 കിട്ടി. ഞാൻ വെച്ച് വിറ്റിപ്പം 0. ഓക്കെ ഗൈസ്, ഇതാ മെസ്സി അടിക്കണം പെനാൽറ്റി ഷൂട്ട്. ഇതിലേക്ക് പോവാം. അതിന് കണ്ടിന്യൂ കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നോക്കണ്ടേ എൻ്റർന്നാക്കി അവിടെയുള്ള എൻ്റർ കൊടുക്കാം. ഞാൻ ഇതൊക്കെ കളിച്ച് ജയിച്ചതാണ് ഗൈസ്. 4 വട്ടം 5 വട്ടമൊക്കെ. നമുക്ക് 3ലേക്ക് പോയതിന് ശേഷം ടു മാച്ചിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ലല്ല നമ്മൾ ജയിക്കാൻ 95% ഉറപ്പുണ്ട് ഗൈസ്. കാരണം നമ്മൾ 12 കളികളിൽ 2 തോൽവികളും ബാക്കി 12 ജയവുമായിരുന്നു ഗൈസ് ഉണ്ടായിരുന്നത്. 2 തോൽവി എന്ന് പറഞ്ഞാൽ ഒന്നെൻ്റെ കണക്ഷൻ വിട്ടുപോയി, അതുകൊണ്ട് ഞാൻ തോറ്റു. മറ്റേത് അവർ എന്നെ തോൽപ്പിച്ചതാണ്. അതിൽ ഞാൻ ഒന്നും പറയുന്നില്ല. ഓക്കെ, പ്ലീസ് ഒന്ന് വേഗം ആരെങ്കിലും കളിക്കാൻ വരുമോ? ഞാൻ ഇങ്ങനെ എപ്പോൾ എടുക്കുമ്പോൾ ആരും എന്നോട് കളിക്കാൻ വരത്തില്ല. സംഭവം എനിക്കിഷ്ടമില്ലാത്തത്. ആരും വരത്തില്ലെന്ന് വെച്ചാൽ ആരും വരത്തില്ല. ഇനി SC മൊബൈലിൽ ഞാൻ റൊണാൾഡോനൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടണം. പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് വാച്ച് ലിസ്റ്റിനകത്ത്. ഇനി നമുക്ക് അവനെ പോയി മേടിക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലോസ് ചെയ്ത് കൊടുക്കാം. Who is the player? Come on. ഓക്കെ, എൻ്റെ പൊന്നെ പുളി പ്ലെയർ കേട്ടോ. ചൈനത്തെ ക്ലബിനൊക്കെ എടുത്തിട്ട് എൻ്റെ പൊന്നെ. അവൻ്റെ സ്ട്രെങ്ത്ത് കണ്ടാൽ തന്നെ ഞെട്ടിപ്പോയി. എൻ്റെ സ്ട്രെങ്ത്ത് 209. അവൻ്റെത് 209. അവൻ്റെ 3000 ഉണ്ട്. സീൻ എൻ്റെ പൊന്നെ അളിയ. എന്താണ് ഗൈസ്, എവിടെ നോക്കിയാലും മെസ്സേജ് ഒടുക്കത്തെ മെസ്സേജ്. ഡാമിയ കറീനോ നമ്മളെ കോച്ച് ഗൈസ്. സീനും പ്ലെയറാണ്. എനിക്ക് റൊണാൾഡോ മിക്കവരുണ്ട്, അത് കുറച്ച് കൂടുതലാണ്. ഓക്കെ, നമ്മുടെ പ്ലെയറാണ് ഫസ്റ്റ് അടിക്കുന്നത്. ഓൻ്റെ ഗോളി ഏതറിയണം. വെസ്റ്റെറിസ്റ്റ് എങ്ങനെയാണോ ഇങ്ങനെ പോയി കളി നമ്മൾ തോക്കും. വെസ്റ്റെറിസ്റ്റ് അങ്ങനെ എനിക്കിഷ്ടമല്ല. തന്നെ ഗൈസ്. സാധാരണ എല്ലാ ഗോളികളും ഫസ്റ്റ് നടുവിലൊക്കെ, പക്ഷെ ഇവൻ മാത്രം അപ്പുറത്തേക്ക് ചാടിക്കുന്നുണ്ട്. ഡേവിഡ് വില്ല. ഓ നല്ല റേറ്റിങ്ങുള്ള പ്രൈസിനാണ് ഗൈസ് എടുത്തിട്ടിട്ടുണ്ട്. അല്ലാണ്ട് ഓനക്ക് റൊണാൾഡോനെ കിട്ടിയാലും ഓടൂല. ഓനക്ക് ഡേവിഡ് വില്ല ഉണ്ടോണ്ട് അതാണ് അവൻ്റെ സ്ട്രെങ്ത്ത് ഇങ്ങനെ ഓടുന്നത്. പക്ഷെ നമ്മളെ പയ്യന്മാരെ വിട്ടിട്ട് കളിയുമില്ല ഗൈസ്.
പ്ലീസ്. കാർലോസ് സോളർ. ഓ സമാധാനായി പൊട്ടൻ. ഇതൊരു പറ്റിക്കാൻ സുഖമാണ് ഗൈസ്. ബട്ട് ഇവന് നമ്മളെയും പറ്റിക്കാൻ സുഖമാണ്, നമുക്ക് ഇവനെയും പറ്റിക്കാൻ സുഖമാണ് ഗൈസ്. ഓ ഗൈസ് ഡോണറൂമ സീന് ഗൈസ്. ഓൻ്റെ തടഞ്ഞിട്ടുണ്ട്. നെയ്മറെ അടിച്ചോണേ മര്യാദയ്ക്ക്. പ്ലീസ് നെയ്മർ. ഇതാണ് ഈ കുരങ്ങനെ കൊണ്ട് അടിക്കാനോ കഴിയൂല. നെയ്മർ ഫാൻസ് ഉണ്ടെങ്കിൽ സോറി കേട്ടോ ഗൈസ്. എനിക്ക് മര്യാദയ്ക്ക് അടിക്കാൻ കൂടെ കഴിയില്ല. ഇതെന്താ റൊണാൾഡീനോ വറ്റ് ഐക്കോൺസിനൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സാരല്ല ഇന്ത്യ ഒന്ന് സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. വലിയ ഷോർക്കൊന്നോന് റൊണാൾഡോ സി മര്യാദയ്ക്ക് അടിക്കണേ സി, അല്ലെങ്കിൽ മെസ്സിക്ക് മാത്രം അടിക്കാൻ അറിയും പറയേണ്ടി വരും. വെറും പൊട്ടൻ. ടെർ സ്റ്റെഗനെ കൊണ്ട് നല്ലോണം സേവ് ചെയ്യാം. ടെർ സ്റ്റെഗന് ഡോണറൂമേനെയൊക്കെ കൊണ്ട്, എന്നിട്ട് അവന് സേവ് ചെയ്യാണ്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുക. കണ്ടാൽ അങ്ങനെ പറയും കേട്ടോ. അവൻ അഥവാ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സോറി കേട്ടോടാ. അങ്ങനെ കാണണമെന്നില്ല. ഇവൻ ചൈനക്കാരനതുകൊണ്ട് അതാ ചൈനയുടെ ക്ലബ്ബൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് അടിച്ചുകൂടാ. അതാണ് നല്ലത്. ഹാരി കെയ്ൻ അടിക്കാൻ സാധ്യത കുറവാ. ഓ അടിച്ചിട്ടുണ്ട് എൻ്റെ പൊന്നെ. ഇത് സേവ് ചെയ്ത് നമ്മൾ ഈ കളി ജയിക്കും ഗൈസ്. ഡോണറൂമ പ്ലീസ് സേവ്. ഇത് ഓൻ അടിക്കാത്ത ഭാഗം. ചേട്ടാ ഓൻ നടുക്കേക്ക് അടിക്കൂ. എടോ കുരങ്ങ നടുക്കേക്ക് അടിച്ചിട്ടുണ്ടോ. ഇനി സഡന്തത്താണ് ഗൈസ്. ഇതിപ്പോൾ ഞാൻ ഗോൾ അടിച്ചിട്ട് ഓൻ്റെ സേവ് ചെയ്താൽ തോറ്റ്. ഇനി 5 പെനാൽറ്റി ഒന്നുമില്ല. നമ്മൾ എങ്ങോട്ട് അടിക്കുന്ന കൺഫ്യൂഷൻ തീർക്കണം. എൻ്റെ പൊന്നെ സമാധാനം. കൺഫ്യൂഷൻ വെച്ചിട്ട് ഇവിടെ ടെൻഷൻ കൺഫ്യൂഷൻ രണ്ടും ഒന്നായി. അവൻ എങ്ങോട്ട് ചാടും അങ്ങോട്ട് ചാടും പറഞ്ഞിട്ട്. ചേടോ ഈ കുരങ്ങന്മാരെ കൊണ്ട് തോറ്റ്. ഈ കളി ഞാൻ തോക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഇങ്ങോട്ടടിക്കാം. ഓനിനി അപ്പുറത്തേക്ക് ഇരിക്കും ചാടുണ്ട്. എനിക്ക് തോന്നി ഗൈസ്. ഇത് സേവ് ചെയ്യാൻ മതി. നമ്മൾ ജയിക്കും ഗൈസ്. ഇത് നമ്മൾ ജയിക്കാൻ സാധ്യതയുണ്ട് ഗൈസ്. കൂടുതൽ ജയിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ഗൈസ്. അപ്പോൾ നമ്മളൊന്ന് വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഗൈസ്. ഞാൻ കളിയൊക്കെ ജയിച്ചു ഗൈസ്. സോറി കേട്ടോ, ഞാൻ ബാക്കി എടുക്കാൻ പറഞ്ഞു. ബൈ.